വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതിൽ കണ്ടക്ടർ രാമദാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 3 മാസത്തേക്കാണ് സസ്പെൻഷൻ. കണ്ടക്ടർക്ക് ബോധവൽക്കരണം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഈ കണ്ടക്ടർ വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം കേട്ടതിനു ശേഷമാണ് നടപടി സ്വീകരിച്ചത്. ദൃശ്യങ്ങൾ ഷബാസ് അഹമ്മദ് ഉണ്ട് നമുക്കൊപ്പം. ഷബാസ്, ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തൊരു ദൃശ്യങ്ങളാണ്. ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് നമ്മൾ തന്നെയാണ് ഷബാസ് പ്രേക്ഷകരിലേക്ക് ഈ ഒരു ദൃശ്യങ്ങളും ഈ ഒരു വാർത്തയും എത്തിച്ചിരുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട യാത്രയ്ക്ക് വേണ്ടി കൈകൂപ്പി ഒരു കണ്ടക്ടർക്ക് മുന്നിൽ കേണപേക്ഷിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഒരു ദാരുണമായ ഒരു അവസ്ഥ, അവരുടെ ആ ഒരു ദൃശ്യങ്ങൾ. എന്നിട്ട് പോലും ആ ഒരു കൈകൂപ്പിയിട്ട് പോലും അത് കേൾക്കാതെ മനസാക്ഷിയില്ലാത്ത നീചനായ ക്രൂരനായ ഒരു കണ്ടക്ടർ, ഇയാൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവണം എന്നുള്ളത് ഇന്നലെ മുതൽ വിദ്യാർത്ഥി സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യമായിരുന്നു. അതൊടുവിൽ സംഭവിച്ചിരിക്കുന്നു അല്ലേ ഷബാസ്? തീർച്ചയായും ഷിയാസ, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഈ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ്. ഈ വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലോടുന്ന പ്രിയമോൾ എന്ന ബസ്സിലെ കണ്ടക്ടറായ രാമദാസിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാളെ ഇന്ന് വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം കേട്ട ശേഷമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാളെ ഇനി ബോധവൽക്കരണത്തിനും പരിശീലനത്തിനുമായി അയക്കും. 3 മാസത്തിന് ശേഷം ഇയാൾ ഈ ബോധവൽക്കരണത്തിലും പരിശീലനത്തിലും പങ്കെടുത്ത ഈ പേപ്പറുമായി വന്നാൽ മാത്രമാണ് ഇയാൾക്ക് ഇനി ലൈസൻസ് തിരിച്ചു നൽകുന്ന കാര്യം RTO ആലോചിക്കുകയുള്ളൂ. ഇപ്പോഴെന്തായാലും ഈ ബസ്സിനെതിരെ നടപടിയെടുക്കാനുള്ള ആലോചനകൾ കൂടി RTOയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബസ്സിന്റെ പെർമിറ്റ് കട്ട് ചെയ്യാനുള്ള ശുപാർശയടക്കം RTO ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ് ഓണർക്കും ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു വടക്കാഞ്ചേരിയിൽ ഈ വിദ്യാർത്ഥികളെ ഈ ബസ് ജീവനക്കാർ കയറ്റാതെ പോയത്. കൈകൂപ്പിയിട്ട് പോലും ഈ ബസ്സിനകത്തേക്ക് വിദ്യാർത്ഥികളെ കയറാൻ സമ്മതിക്കാതെ ഈ ബസ് പോവുകയായിരുന്നു. സമീപത്തെ ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഏറെ സമയം വരി നിന്നിട്ട് പോലും ഇവരെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ കണ്ടക്ടർ ബസ് എടുത്ത് പോവുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന്റെ പ്രതികാരം കടുത്ത നടപടി. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറാൻ സമ്മതിക്കാത്ത ആ കണ്ടക്ടർക്കെതിരെ ഉണ്ടാവുന്ന 3 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണം. അപ്പോൾ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന ചുരുക്കം ചില കണ്ടക്ടർമാർ, ഡ്രൈവർമാർ, ഭൂരിഭാഗം ആളുകൾ നല്ല മനുഷ്യരാണ്. അപ്പോൾ അത്തരത്തിൽ മോശമായി പെരുമാറുന്നവർക്ക് ഇത് നല്ലൊരു പാഠമായിരിക്കട്ടെ. ഇനി ഈ കൂട്ടർ അത്തരത്തിലുള്ള പ്രവൃത്തികൾ വിദ്യാർത്ഥികളോട് ആവർത്തിക്കാതിരിക്കട്ടെ.